എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. നമ്മുടെ വരാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് മുമ്പേ മാത്സ് റീസണിങ് ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട മുൻ വർഷ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് നമ്മുടെ RRB +2 ലെവൽ NTPC പരീക്ഷകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് തുടക്കം മുതൽ അങ്ങോട്ട് നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലയളവ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ നടന്ന് ഒരു ഡിസംബറോടുകൂടി നമ്മൾ ഇതിനൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026 തുടക്കം നമുക്കൊരു അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 2026 തുടക്കത്തിൽ നിങ്ങൾക്ക് റെയിൽവേയിലെ കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അതായത് പുതിയ പേ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 അടുത്ത് രൂപ ശമ്പളം വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ തുടക്കത്തിൽ തന്നെ ഒരു 50,000 രൂപയോളം ശമ്പളം ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. ആ ഒരു പരീക്ഷയുടെ പ്രത്യേകത അതാണ്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു വലിയ മത്സര പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 പരീക്ഷകൾ. നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പരീക്ഷയെ നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും മാത്സ് റീസണിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാത്സിനകത്തുനിന്ന് 25 ചോദ്യങ്ങളും അതേപോലെ റീസണിങ്ങിനകത്തുനിന്ന് 30 ചോദ്യങ്ങളും ഉൾപ്പെടെ 55 മാർക്കാണ് മാത്സ് റീസണിങ്. അതേപോലെ സയൻസിനകത്തുനിന്ന് 25 മാർക്കുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് സയൻസ് മാത്സും കൂടെ ചേർന്നിട്ട് കൃത്യം 80 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ മാത്സും റീസണിങ്ങും ആ ഒരു കോമ്പിനേഷനും സയൻസും നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സോ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുവാണ്. സോ ഓരോ പരീക്ഷകൾ കഴിയും തോറും അതിൽ നിന്നുള്ള നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കും. ആ ഒരു പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ആ ഒരു പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിച്ച് മേപ്പോട്ട് കയറുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അത്തരത്തിലെ 2022 ഒരു ചോദ്യ പേപ്പർ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. സോ ഈ ഒരു സീരീസിന് നമ്മൾ PYQ കില്ലർ സീരീസ് എന്ന് പേര് കൊടുത്തിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞു പോയ ഗ്രൂപ്പ് ഡി പരീക്ഷകളിലെ ചോദിച്ചു മാറിയ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. സോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു സമചതുര കട്ടയുടെ ഒരു മുഖത്തിന്റെ ചുറ്റളവാണ് കേട്ടോ. അത് നിങ്ങൾ തിരുത്തി എടുത്തോണം. ഒരു വശമല്ല, വശമാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു മുഖത്തിന്റെ ചുറ്റളവ് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 24 സെന്റിമീറ്റർ ആണെങ്കിൽ എടാ അതിന്റെ വ്യാപ്തം എത്രയാണ്? ചോദ്യം ചോദിച്ചത് 2022 ഓഗസ്റ്റ് മാസം 22-ാം തീയതി നടന്ന ഒന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ചു പോയ ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് സമചതുരക്കട്ട? സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പറയും ക്യൂബ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്യൂബ്.
റുബിക്സ് ക്യൂബ് നമ്മൾ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ സമചതുര കട്ട എന്ന് പറയുന്ന ഷേപ്പ്. ഈ സമചതുര കട്ട നിങ്ങൾ നോക്കിക്കേ. ഈ സമചതുര കട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പ്രത്യേകത? ഇതിന് 8 മൂലകളുണ്ട്. നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8. 8 മൂലകളുണ്ട്. അതേപോലെ 12 വക്കുകളുണ്ട്. കണ്ടോ, മുകളിൽ 4 വക്കുകൾ, താഴെ 4 വക്കുകൾ, പിന്നെ 4 കാലുകളുണ്ട്. അങ്ങനെ മൊത്തത്തില് 12 വക്കുകൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ എത്ര മുഖങ്ങളുണ്ട്? സൈഡിലെ 4 മുഖങ്ങളുണ്ട്, താഴെ ഒരു മുഖമുണ്ട്, മുകളിൽ ഒരു മുഖമുണ്ട്. അങ്ങനെ എത്ര മുഖമുണ്ട്? 6 മുഖങ്ങളും ഉണ്ട്. അപ്പോൾ മൂലകളുടെ എണ്ണം 8, വക്കുകളുടെ എണ്ണം 12, മുഖങ്ങളുടെ എണ്ണം 6. ഇത് ഒരു സമചതുര കട്ട ആയതുകൊണ്ട് എന്താണ് പ്രത്യേകത? എല്ലാ വർഷവും സമചതുരമായിരിക്കും. ഈ ഒരു മുഖം സമചതുരമാണ്, ഇതും സമചതുരമാണ്, താഴെ എല്ലാ സമചതുരമാണ്. സമചതുരത്തിന്റെ പ്രത്യേകത എന്തുവാ? എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. ചോദ്യകർത്താവ് പറയുന്നു ഒരു വശമല്ല, ഒരു മുഖമാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. ഒരു മുഖത്തിന്റെ ചുറ്റളവ്, ഒരു മുഖം എന്ന് പറഞ്ഞാൽ ദാണ്ടിതാണ്, ഇതാണ് ഒരു മുഖം. ഒരു മുഖത്തിന്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവെല്ലാം കൂടെ കൂട്ടിയാൽ പോരാടാ. അതായത് ഈ സാധനം എ ആണെങ്കിൽ ഈ സാധനവും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. ആ 4 വശങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ചുറ്റളവ് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ആ ചുറ്റളവാണ് ഏത്? 24. എടാ, ചുറ്റളവ് 24 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ചുറ്റുമുള്ള അളവെല്ലാം കൂടെ കൂട്ടുക. എയും കൂടെ കൂട്ടിയ 2A, 3A, 4A. അപ്പോ 4A ആണ് ഏത്? 24. 4Aയുടെ വില 24 ആണെങ്കിൽ എ കണ്ടുപിടിക്കാന് എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന 4 എടുത്ത് അപ്പുറത്തേക്ക് തട്ടുക. സ്വാഭാവികമായിട്ടും ഗുണനം ഹരണമായിട്ട് മാറും. 24/4 6 വരും. അങ്ങനെ എയുടെ വില നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. എ എന്ന് പറഞ്ഞാൽ വശമാണ്, സൈഡാണ്, സൈഡ് 6 കിട്ടി. ചോദ്യം ചോദിച്ചത് വ്യാപ്തം കണ്ടുപിടിക്കുക, വോള്യം കണ്ടുപിടിക്കുക. വ്യാപ്തം കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ക്യൂബിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ എ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ വോള്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ക്യൂബ് ആണെങ്കിൽ എയുടെ ക്യൂബ് എടുക്കുക. എ എന്ന് പറഞ്ഞാൽ വശമാണ്, വശം എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ന്റെ ക്യൂബ് എടുക്കുക. 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ്. 216 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും അതിന്റെ റൈറ്റ് ആൻസർ. ഇത്ര ഉള്ള പരിപാടി. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. 216 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതി അവസാനിപ്പിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഉത്തരം അവിടെ അവസാനിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ക്യൂബ് എന്ന് പറയുന്ന ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹോട്ട് ടോപ്പിക്കിനകത്തേക്ക് കടന്നു പോയിട്ട് ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. ഇത് 2022 ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. എടാ കുഞ്ഞുങ്ങളെ, ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അതായത് വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യകർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടുന്ന് വായിച്ചു നോക്കുക. ചോദിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ അടിസ്ഥാനത്തില് താഴെ പറയുന്ന പ്രസ്താവനകളിലെ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പ്രസ്താവനകളും അതേപോലെ വെൻ ഡയഗ്രം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ആ ഒരു വെൻ ഡയഗ്രം നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ 3 വട്ടങ്ങൾ കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ കാണുന്ന വെൻ ഡയഗ്രം ഒക്കെ 2 വട്ടങ്ങൾ മാത്രമാണ്. ഇവിടെ 3 വട്ടങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു വെൻ ഡയഗ്രമാണ്. അതില് ഒന്നാമത്തെ വട്ടം എന്ന് പറഞ്ഞാല് മെഡൽ വിന്നേഴ്സിന്റെ വെൻ ഡയഗ്രമാണ്. ജിംനാസ്റ്റുകളുടെ വെൻ ഡയഗ്രമാണ് രണ്ടാമത്തെ വട്ടം. ഗേൾസിന്റെ വെൻ ഡയഗ്രം അല്ലെങ്കിൽ വട്ടമാണ് മൂന്നാമത്തത്. അവിടെ ഈ കിടക്കുന്ന 12 എന്ന് പറഞ്ഞാൽ
മെഡൽ വിന്നേഴ്സിന്റെ മാത്രം എണ്ണമാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. മെഡൽ വിന്നേഴ്സിന്റെ മാത്രം എണ്ണമാണ് 12. ജിംനാസ്റ്റുകളുടെ മാത്രം എണ്ണമാണ് 23. കാരണം വേറെ ഭാഗത്ത് ടച്ച് ചെയ്യുന്നില്ലല്ലോ. വേറെ ഭാഗത്ത് ടച്ച് ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മൾ അത് പരിഗണിച്ചാൽ മതിയല്ലോ. ഗേൾസിന്റെ മാത്രം എണ്ണമാണ് 25. ഈ 8 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡൽ വിന്നേഴ്സും ആണ് ജിംനാസ്റ്റുകളുമാണ്. അതായത് ആ 8 പേരുടെ പ്രത്യേകത മെഡൽ വിന്നേഴ്സുകളും ജിംനാസ്റ്റുകളും ആണ് ആ 8 പേര്. ഈ 16 പേരുടെ പ്രത്യേകത ഗേൾസ് ആണ്, അതേപോലെ മെഡൽ വിന്നേഴ്സ് ആണ്. ഗേൾസും ആണ് മെഡൽ വിന്നേഴ്സും ആണ് ആ 16 പേര്. അതേപോലെ തന്നെ ഈ ഒരു 14 പേരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഗേൾസ് ആണ്, അതേപോലെ ജിംനാസ്റ്റുകളാണ് അല്ലേ. ഈ ഒരു 14 പേര് ഗേൾസും ആണ് ജിംനാസ്റ്റുകളുമാണ്. അതേപോലെ ഈ കിടക്കുന്ന 11 പേരുടെ പ്രത്യേകത അവര് ഗേൾസ് ആണ്, ജിംനാസ്റ്റുകളാണ്, മെഡൽ വിന്നേഴ്സ് ആണ്. എല്ലാം കൂടെ ചേർന്നതാണ് ഈ നടുവിൽ കിടക്കുന്ന 11 പേര്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മാത്രമല്ല ഈ ഒരു വട്ടം നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു വട്ടത്തിലെ ഈ 25 എന്ന് പറഞ്ഞാല് ഗേൾസ് മാത്രം. ഈ ഒരു 14ന്റെ പ്രത്യേകത അവര് ഗേൾസ് ആണ്, ജിംനാസ്റ്റുകളാണ് 14 പേര്. അതായത് ഗേൾസും ജിംനാസ്റ്റുകളുമായിട്ടുള്ള ആൾക്കാര്. ഈ ഒരു 16 പേരുടെ പ്രത്യേകത മെഡൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഗേൾസ് ആണ് 16 പേര്. ഈ 11 പേരെന്ന് പറഞ്ഞാല് അവര് മെഡൽ വിന്നേഴ്സ് ആണ്, ജിംനാസ്റ്റുകളാണ്, ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിലേ എന്താണ് നോക്കിക്കോണേ, ഈ 16ഉം 11ഉം ഈ 27 പേരുടെ പ്രത്യേകത അവര് ഗേൾസ് ആണ്, മാത്രമല്ല മെഡൽ വിന്നേഴ്സ് കൂടിയാണ് അല്ലേ. ഗേൾസും മെഡൽ വിന്നേഴ്സുമായിട്ടുള്ള ആൾക്കാര് എന്ന് പറയുമ്പോൾ അവരെ കൂടി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അവർ ജിംനാസ്റ്റുകളായാലും കുഴപ്പമില്ല. പക്ഷേ ചോദ്യകർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, ഗേൾസ് മാത്രം, അതായത് മെഡൽ വിന്നേഴ്സുകളായിട്ടുള്ള ഗേൾസ് മാത്രം എത്ര പേരെന്ന് ചോദിച്ചാൽ പിന്നെ ജിംനാസ്റ്റുകളാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ 16. അതായത് ഗേൾസിനകത്തെ മെഡൽ വിന്നേഴ്സ് മാത്രം എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 16. ഗേൾസിനകത്തെ മെഡൽ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മാത്രം എന്ന് പറയുന്ന വാക്കില്ലെങ്കിലേ ഇവരെ കൂടി നമുക്ക് പരിഗണിക്കാം. കാരണം അവര് ജിംനാസ്റ്റുകളായാലും കുഴപ്പമില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഒന്നും കൂടെ പറയുന്നു, ഗേൾസിനകത്തെ മെഡൽ വിന്നേഴ്സ് മാത്രം എത്ര പേരെന്ന് ചോദിച്ചാല് 16. മാത്രം ഗേൾസിനകത്തെ മെഡൽ വിന്നേഴ്സ് മാത്രം എത്ര പേരെന്ന് ചോദിച്ചാൽ 16. ഗേൾസിനകത്തെ മെഡൽ വിന്നേഴ്സ് എത്ര എന്ന് ചോദിച്ചാല് 27 പറയാം, തെറ്റൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം. ഇനി നമുക്ക് പതുക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചോ. ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം 41. ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടത്, ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പോകേണ്ടത്. ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് മെഡൽ വിന്നേഴ്സ് ആയാലും കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പെൺകുട്ടികളാകണം, അവർ ജിംനാസ്റ്റുകൾ മാത്രമാകണം എന്ന് പറഞ്ഞില്ല. ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ 14 പേര് സെറ്റ്. അവര് ജിംനാസ്റ്റുകളാണ്, പെൺകുട്ടികളാണ്. അതേപോലെ ഈ 11ഉം എടുത്താൽ കുഴപ്പമില്ല. അവര് ജിംനാസ്റ്റുകളാണ്, പെൺകുട്ടികളാണ്, അവർ മെഡൽ വിന്നേഴ്സ് ആണ്. മെഡൽ വിന്നേഴ്സ് ആയാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഈ 14ഉം ഈ 11ഉം കൂടെ ചേർന്നിട്ട് മൊത്തത്തില് 14ഉം 11ഉം 25 പേരാണ് മെഡൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഗേൾസിന്റെ എണ്ണം. അപ്പോൾ ജിംനാസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം ഉത്തരം 25 ആണ്. ചോദ്യകർത്താവ് പറഞ്ഞത് 41 ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2, മെഡൽ ജേതാക്കളായിട്ടുള്ള ജിംനാസ്റ്റുകളുടെ എണ്ണം. മെഡൽ ജേതാക്കളായിട്ടുള്ള ജിംനാസ്റ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മെഡൽ ജേതാക്കൾ
മാത്രമല്ല ജിംനാസ്റ്റുകൾ, മെഡൽ ജേതാക്കളായിട്ടുള്ള ജിംനാസ്റ്റുകൾ എന്ന് പറഞ്ഞാല് ഈ 8 പേരെ പരിഗണിക്കാം. അതേപോലെ ഈ 11 പേരെയും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് ആ 11 8ഉം 19 പേരെന്ന് പറഞ്ഞാല് മെഡൽ ജേതാക്കളാണ്, ജിംനാസ്റ്റുകളാണ്. അങ്ങനാണെങ്കിൽ മെഡൽ ജേതാക്കളായിട്ടുള്ള ജിംനാസ്റ്റുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 11 8ഉം 19. പക്ഷെ ചോദ്യകർത്താവ് പറഞ്ഞതോ 34 അംഗീകരിക്കാൻ പറ്റില്ല, തെറ്റാണ്. 19 ആയിരുന്നു അംഗീകരിക്കായിരുന്നു. അടുത്തത് പെൺകുട്ടികളായിട്ടുള്ള മെഡൽ ജേതാക്കള്. പെൺകുട്ടികൾ മെഡൽ ജേതാക്കൾ, പെൺകുട്ടികൾ മെഡൽ ജേതാക്കൾ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ഈ വട്ടമല്ലേ? മെഡൽ ജേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ വട്ടമല്ലേ? പെൺകുട്ടികളായിട്ടുള്ള മെഡൽ ജേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ സിങ്ക് ആവുന്ന പോർഷൻ ഇതല്ലേ? 16ഉം 11ഉം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാ 11 എന്ന് പറഞ്ഞാൽ ജിംനാസ്റ്റുകൾ അല്ലേ? പക്ഷെ കുഴപ്പമില്ല. കാരണം നമ്മളോട് ചോദിക്കുന്നത് പെൺകുട്ടികളായിട്ടുള്ള മെഡൽ ജേതാക്കൾ, പെൺകുട്ടികൾ മെഡൽ ജേതാക്കൾ. അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് 16ഉം 11ഉം 27 പേരാണ്. ഏത്? പെൺകുട്ടികളായിട്ടുള്ള മെഡൽ ജേതാക്കൾ 27 ഉത്തരം വളരെ വളരെ ശരിയാണ്. ആൻസർ ശരിയാണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. നമുക്ക് ഡിയും കൂടെ വെറുതെ ഒന്ന് പറയാം. ജിംനാസ്റ്റുകളോ മെഡൽ ജേതാക്കളോ അല്ലാത്ത പെൺകുട്ടികൾ, ജിംനാസ്റ്റുകളും അല്ല മെഡൽ ജേതാക്കളും അല്ല. അപ്പോൾ ആ 2 ഭാഗം ഒഴിവാക്കുക. മെഡൽ ജേതാക്കളും ജിംനാസ്റ്റുകളും അല്ലാത്ത പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേടാ 25. ചോദ്യകർത്താവ് പറഞ്ഞ 23 ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, അതേപോലെ ബി തെറ്റാണ്, ഡിയും തെറ്റാണ്, സി മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ സി ആണ് അവിടെ നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. സി ആണ് ബബിൾ ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ചോദ്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. സോ വെൻ ഡയഗ്രമായിട്ട് വരുന്ന ചോദ്യങ്ങൾ കൂടുതൽ ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിലെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. അടുത്തത് ഈ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ മുമ്പിലെ ഒരു വലിയൊരു പ്രസ്താവന തന്നിട്ടുണ്ട്, അതിനുശേഷം 2 നിഗമനങ്ങളും തന്നിട്ടുണ്ട്. അതിനകത്ത് ഏത് നിഗമനമാണ് ശരിയായത് അല്ലെങ്കിൽ തെറ്റായതെന്നാണ് ചോദിച്ചത്. കണ്ടോ, ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉണ്ട്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന അങ്ങോട്ട് മേപ്പോട്ട് എഴുതാം. എന്നാണ്ടേ പി ഉണ്ട്, കണ്ടോ, പി ആണ് ആദ്യം കിടക്കുന്നത്. പി എഴുതി. അതിനുശേഷം എന്നാണ്ടേ ഇങ്ങനെ ഒരു സിമ്പല്. അതിനുശേഷം ക്യൂ ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു സിമ്പൽ എഫ് ഉണ്ട്, ഈക്വൽ ടു സിമ്പല് ആർ ഉണ്ട്, ഇങ്ങനെ ഒരു സിമ്പല് എം ഉണ്ട്, ഇങ്ങനെ ഒരു സിമ്പല്, അവസാനം ഒരു ബിയും കൂടെ കിടപ്പുണ്ട്. നമുക്കറിയാം എടാ ഇപ്പം എ ബി, എയും ബിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാ. ആരാണ് വലുത്, ആരാണ് ചെറുത്? എങ്ങോട്ടാണോ വാ തുറന്നിരിക്കുന്നത് അവൻ വലുത്, എങ്ങോട്ടാണോ വാ തുറന്നിരിക്കുന്നത് അവൻ വലുത്. അതായത് വായിക്കുന്നത് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എ ഈസ് ലെസ് ദാൻ ബി. അപ്പോൾ വാ തുറന്നിരിക്കുന്നവൻ വലിയവൻ, കുത്തുന്ന ഭാഗം എങ്ങോട്ടാണോ അവൻ ചെറിയവൻ എന്ന് ഓർത്തിരിക്കണം. അങ്ങനാണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പല് കണ്ടാൽ നിങ്ങൾ എന്തോ പറയും? പി ഈസ് അല്ലെങ്കിൽ പി ഗ്രേറ്റർ ദാൻ ക്യൂ അല്ലെങ്കിൽ ക്യൂ ലെസ് ദാൻ പി. വാ എങ്ങോട്ടാണോ തുറന്നിരിക്കുന്നത് അവൻ ഗ്രേറ്റർ ആണ്, പി ഗ്രേറ്റർ ദാൻ ക്യൂ. എങ്ങോട്ടാണോ കുത്തുന്നത് അവൻ ചെറുത്, ക്യൂ ലെസ് ദാൻ പി, ക്യൂ ലെസ് ദാൻ പി എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ലെസ് ദാൻ എഫ്, ഈക്വൽ ടു ആർ, ഗ്രേറ്റർ ദാൻ എം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് പറയുന്നത്. ഇനി മക്കളെ നമ്മുടെ ഒന്നാമത്തെ നിഗമനം, ആറെന്ന് പറയുന്നവൻ പി യെക്കാളും വലിയവനാണെന്ന് പറയുന്നു. ആർ ഗ്രേറ്റർ ദാൻ പി, ആറെന്ന് പറയുന്നവൻ പി യെക്കാളും വലിയവനാണെന്ന് പറയുന്നു. ശരിയാണോ? ആർ എവിടെ കിടക്കുന്നത്? ആറെന്ന് പറയുന്നവൻ പി യെക്കാളും വലിയവനാണോ? പി യെക്കാളും വലിയവനാണോ?
ആർ എന്ന് പറയുന്നവൻ പി യെക്കാളും വലിയവനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഇവന്മാരിലെ ക്യൂ ആണ് വലുത്. ഇവന്മാരിലെ അപ്പൊ നമുക്കങ്ങനെ പിടിച്ചു പോയാൽ മതി. പി യെക്കാളും വലുതാണ് ക്യൂ. അപ്പൊ പിന്നെ ക്യൂവിൽ പിടിക്കുക. ക്യൂവിനേക്കാളും വലുതാണ് എഫ്. എഫ് ആറും തുല്യമായതുകൊണ്ട് ആറ് തന്നെയാണ് എഫ്, അല്ലെങ്കിൽ എഫ് തന്നെയാണ് ആറ്. അപ്പൊ നമുക്ക് ഇവിടോട്ട് ആറ് എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് നമുക്ക് ആറെന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം ഇവന്മാർ രണ്ടുപേരും തുല്യമാണ്. അപ്പോ പി യെക്കാളും വലിയവനാണ് ക്യൂ, അവനേക്കാളും വലിയവനാണ് ആറ്. അപ്പൊ അതുകൊണ്ട് പി യെക്കാളും വലിയവനാണ് ആറ്, പി യെക്കാളും വലിയവനാണ് ആറ്. അതായത് ആറെന്ന് പറയുന്നവൻ വലിയവനാണ് ആരേക്കാളും, പി യെക്കാളും. ശരിയാണ്, 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 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതെന്തോ പറഞ്ഞേക്കുന്നത്, എഫ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ബി ആണ് വലിയവൻ ആരേക്കാളും, എഫിനേക്കാളും. ബി വലിയവനാണ്. എടാ നോക്കടാ, ബി വലിയവനാണോ എഫിനേക്കാളും വലിയവനാണോ നോക്കുക. ഇപ്പൊ ഇവിടോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എഫ് ഇവിടെ കിടക്കുന്നത്, ബി അവിടെയാ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവന്മാര് തമ്മിൽ അങ്ങ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എഫ് ആറും തുല്യമല്ലേ, അപ്പോ ആറിന്റെ അവിടെ എഫ് എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. കാരണം ഇവന്മാർ രണ്ടുപേരും തുല്യമായതുകൊണ്ട് ആറിന്റെ അവിടെ എഫ് എന്ന് എഴുതിയാൽ മതി. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ബിയും എമ്മും കൂടെ കമ്പയർ ചെയ്താൽ എം അല്ലേ വലുത്? എം ആണ് വലുത്. എമ്മും എഫും കൂടെ കമ്പയർ ചെയ്താൽ എഫ് അല്ലേ വലുത്? അപ്പൊ ഉറപ്പിക്കാം, എഫ് ആണ് വലുത് ആരെക്കായാലും, ബി യെക്കായാലും എഫ് ആണ് വലുത്. പക്ഷേ ചോദ്യകർത്താവ് പറഞ്ഞത് എഫ് ചെറുതാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ നിഗമനം തെറ്റാണ്. അതായത് നിഗമനം ഒന്ന് മാത്രം ശരിയാണ്, നിഗമനം ഒന്ന് മാത്രം ശരിയാണ്, നിഗമനം ഒന്ന് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോന്നു. ശ്രീനിവാസ് തന്നേക്കാൾ 4 വയസ്സ് ഇളയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. 5 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി പ്രായം 33 വയസ്സാകും. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര, ഇപ്പോഴത്തെ വയസ്സെത്ര എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എടാ ഇതാണ് നമ്മുടെ ശ്രീനിവാസ്, ഇതാണ് നമ്മുടെ പെൺകുട്ടി ആണോ? ആണ്. ഇനി ശ്രീനിവാസ് തന്നേക്കാൾ 4 വയസ്സ് ഇളയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് വിവാഹം കഴിച്ചത്, ഇപ്പോൾ വിവാഹം കഴിച്ചു എന്നെടുക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഒരു കാലഘട്ടം, ഒന്ന് ഇപ്പോഴാണ്. പിന്നെ 5 വർഷം കഴിയുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു. ഓക്കെ, 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ എടാ ഇപ്പോഴത്തെ കാര്യം എങ്ങനാ? ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീനിവാസും ആ പെൺകുട്ടിയും തമ്മില് 4 വയസ്സിന്റെ വ്യത്യാസമില്ലേ? ആർക്കാണ് കൂടുതൽ? ശ്രീനിവാസിന് കൂടുതലാണ്. ആരേക്കാള്? പെൺകുട്ടിയേക്കാൾ 4 കൂടുതൽ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ശ്രീനിവാസിനേക്കാൾ 4 കുറവാണ് പെൺകുട്ടി. തിരിച്ചങ്ങോട്ട് പറഞ്ഞാല് പെൺകുട്ടിയേക്കാൾ 4 കൂടുതലാണ് ശ്രീനിവാസിന്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടിയുടെ വയസ്സ് നമുക്ക് എക്സ് എന്ന് അങ്ങ് എടുക്കാം. ചുമ്മാ അങ്ങ് എടുത്തതാണേ. പെൺകുട്ടിയുടെ വയസ്സ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. എപ്പോഴാ? ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ വയസ്സ് എക്സ് ആണെന്ന് കരുതാം. സ്വാഭാവികമായിട്ടും ശ്രീനിവാസന്റെ വയസ്സ് എത്ര? 4 കൂടുതലല്ലേ? 4 കൂടുതലല്ലേ? 4 കൂടുതലാണ്. 4 കൂടുതലാണ്. ഇപ്പോ ശ്രീനിവാസിന്റെ വയസ്സ് എക്സ് പ്ലസ് 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 5 വർഷം കഴിയുമ്പോൾ 5 കൂടുതലായിരിക്കത്തില്ലേ? അങ്ങനാണെങ്കിൽ ഇതിന്റെ കൂടെ 5 കൂട്ടിയാൽ എക്സ് പ്ലസ് 4ന്റെ കൂടെ 5 കൂട്ടിയാൽ എക്സ് പ്ലസ് 9. പെൺകുട്ടിയുടെ വയസ്സ് എക്സ് ആയിരുന്നു, ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ 5 കൂടുതലായിരിക്കും, എക്സ് പ്ലസ് 5 എന്ന് വരും. കണ്ടോ? ഇതാണ് 5 വർഷം കഴിയുമ്പോൾ ശ്രീനിവാസിന്റെ വയസ്സ് എക്സ് പ്ലസ് 9, പെൺകുട്ടിയുടെ വയസ്സ് എക്സ് പ്ലസ് 5. ഇനി 5 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി വയസ്സ് 33. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമല്ലേ? ശരാശരി എന്ന് പറഞ്ഞാല് തുക ബൈ എണ്ണമല്ലേ? ശരാശരി എന്ന് പറഞ്ഞാല് തുക ബൈ എണ്ണമല്ലേ? അപ്പോൾ 5 വർഷത്തിന് ശേഷമുള്ള
അവരുടെ വയസ്സുകളുടെ തുക എടുക്കുക. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? 33 കിട്ടും. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ 33 കിട്ടും. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കേ. അങ്ങനെ കൂട്ടിയാൽ എക്സും കൂടെ കൂട്ടിയാൽ 2x പ്ലസ് 9 5 കൂടെ കൂട്ടിയാൽ 14. തുക ബൈ എണ്ണം എന്ന് പറഞ്ഞാൽ 2 പേരല്ലേടാ. തുക ബൈ എണ്ണമാണ് ശരാശരി. തുക എടുത്തു, 2 പേരുടെയും തുക എടുത്തു. എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ശ്രീനിവാസും പെൺകുട്ടിയും 2 പേരല്ലേ ഉള്ളൂ. തുക ബൈ എണ്ണം ഈസ് ഈക്വൽ ടു ശരാശരി 33. ഇനി നിങ്ങൾ ക്രോസ് ചെയ്തു. 2 ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക. സോ അങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2x പ്ലസ് 14 1 കൊണ്ട് ഗുണിച്ചാൽ 2x പ്ലസ് 14 എന്ന് തന്നെ വരും. ഈസ് ഈക്വൽ ടു 33 2 കൊണ്ട് ഗുണിച്ചാൽ 33 ഇൻറ്റു 2 66 എന്ന് വരും. അവിടുന്ന് 2x ഇസ് ഈക്വൽ ടു 66 മൈനസ് 14. 6 4 പോയാൽ 2, 6 1 പോയാൽ 5. അവിടുന്ന് x ഇസ് ഈക്വൽ ടു 2xന്റെ വില 52 ആണെങ്കിൽ 2xന്റെ വില 52 ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു 52 ഡിവൈഡഡ് ബൈ 2. ഉത്തരം 26. എക്സിന്റെ വില 26 എന്ന് കിട്ടി. എടാ എക്സ് എന്ന് പറഞ്ഞാല് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് എക്സ്. പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. ആ എക്സിന്റെ വിലയാണ് 26. അതുകൊണ്ട് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയുടെ പിള്ളേരെ? പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സ് 26 ആയിരുന്നു ചോദിച്ചത്. സോ നമ്മള് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ ഓഗസ്റ്റ് മാസം 22-ാം തീയതി, അതായത് 2022 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അന്നേ ദിവസം ഷിഫ്റ്റ് 1-ൽ ചോദിച്ചു പോയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ നീണ്ടു പോകുവാതിരിക്കുവാൻ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ഭാഗത്തും അങ്ങനെ ഒരു 3-4 ഭാഗങ്ങളായിട്ട് ഓരോ ഷിഫ്റ്റ് ചോദ്യങ്ങൾ PYQ കില്ലർ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു 10-20 സെറ്റ് ചോദ്യങ്ങൾ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്ത 1ാമത്തെ വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ സജഷൻസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ, അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. PYQ കില്ലർ സീരീസിന്റെ അടുത്ത വീഡിയോ ക്ലാസ് ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു 10-20 ക്ലാസ്സോടുകൂടി ആയിരിക്കും നമ്മുടെ മിഷൻ അവസാനിക്കുന്നത്. സോ ഇതെല്ലാം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒരുപാട് ഉപകാരപ്പെടും എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. അങ്ങനെ അതായത് ഒരു മാസം, ജൂലൈ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ ഇനി പരീക്ഷയ്ക്ക് മൊത്തത്തിൽ പഠിക്കുവാൻ കിട്ടുന്നത്. ഓഗസ്റ്റ് മാസം തുടക്കം മുതൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ മാസം നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കഴിഞ്ഞു പോയ നമ്മുടെ NTPC പരീക്ഷകളുടെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അധികം ചോദ്യങ്ങളും അതിൻ്റെ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ പുതിയ ഒരു റിവിഷൻ പോലെയുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈവ് ക്ലാസ്സുകളിൽ കൂടി വളരെയധികം നിങ്ങളെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ PDF നോട്ടുകളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പുതിയ ബാച്ചിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വളരെയധികം ഉപകാരപ്പെടും. ഈ അവസാന മൊമെന്റിൽ എങ്കിലും നിങ്ങൾക്ക് നീതി പുലർത്തുവാൻ ഈ ഒരു ബാച്ചോടുകൂടി സാധിക്കുന്നതാണ്. സോ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും. നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, ഒരു ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഐഡിയ കിട്ടും. സോ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ 2025 എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ നേടിയെടുക്കും. ആ വിജയത്തിനോട് വരെ നമ്മൾ CC ഉണ്ടാവും. സോ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്തത് നമ്മുടെ PYQ കില്ലർ സീരീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.